ഹലോ ഫ്രണ്ട്സ്, 2024 LGS ക്വസ്റ്റ്യൻ പേപ്പറിന്റെ 7ാമത്തെ സീരീസ് ആണിത്. ഇതിൽ 31 മുതൽ 35 വരെയുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഡിസ്കസ് ചെയ്യാം. കൂടാതെ എല്ലാ ഓപ്ഷനുകളെ കുറിച്ചും ഡിസ്കസ് ചെയ്യാം. 1 മുതൽ 30 വരെയുള്ള ക്വസ്റ്റ്യൻസും ഡീറ്റെയിൽസും ചാനലിൽ ഇട്ടിട്ടുണ്ട്. വീഡിയോസ് ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. 31ാമത്തെ ക്വസ്റ്റ്യൻ, വെള്ളവും വളവും കണികാരൂപത്തിൽ ഡ്രിപ്പറുകളിലൂടെ നൽകുന്ന രീതി. ഓപ്ഷൻ എ ഹൈഡ്രോപോണിക്സ്, ബി ഹരിതഗൃഹ കൃഷി, സി കൃത്യാദി കൃഷി, ഫെർട്ടിഗേഷൻ. അതിന്റെ ആൻസർ വരുന്നത് ബി ആണ്, ഫെർട്ടിഗേഷൻ. നമുക്ക് ഇതിനെ കുറിച്ചൊക്കെ പഠിക്കാം. ഫെർട്ടിഗേഷൻ എന്നത് ജലസേചനത്തോടൊപ്പം രാസവളങ്ങൾ നൽകുന്ന ഒരു ആധുനിക കൃഷിരീതിയാണ്. ഫെർട്ടിലൈസേഷൻ, ഇറിഗേഷൻ എന്നീ രണ്ട് വാക്കുകൾ ചേർന്നാണ് ഫെർട്ടിഗേഷൻ എന്ന വാക്ക് ഉണ്ടായിട്ടുള്ളത്. ചെടിയുടെ വേരുകളിലേക്ക് നേരിട്ട് വളം എത്തുന്നതിനാൽ ചെടികൾക്ക് അവ വേഗത്തിൽ ആഗിരണം ചെയ്യാൻ സാധിക്കും. അടുത്ത ഓപ്ഷനായിട്ട് നൽകിയിരുന്നത് ഹൈഡ്രോപോണിക്സ് ആണ്. ഹൈഡ്രോപോണിക്സ് എന്നാൽ മണ്ണില്ലാതെ വെള്ളത്തിൽ ചെടികൾ വളർത്തുന്ന രീതിയാണ്. ചെടികൾക്ക് വളരാൻ ആവശ്യമായ പോഷകങ്ങൾ വെള്ളത്തിൽ ലയിപ്പിച്ച് നേരിട്ട് വേരുകൾക്ക് ലഭ്യമാക്കുകയാണ് ഹൈഡ്രോപോണിക്സിൽ ചെയ്യുന്നത്. കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ ചെടികൾ നമുക്കിതിലൂടെ വളർത്താൻ സാധിക്കും. ഫെർട്ടിഗേഷൻ എന്ന് പറയുന്നത് ജലസേചനത്തോടൊപ്പം തന്നെ രാസവളങ്ങളും നൽകുന്ന ഒരു ആധുനിക കൃഷി രീതിയാണ്. അതായത് വെള്ളവും വളവും കണികാരൂപത്തിൽ ഡ്രിപ്പറുകളിലൂടെ നൽകുന്നതാണ് ഫെർട്ടിഗേഷൻ. ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞാൽ മണ്ണില്ലാതെ പോഷകങ്ങൾ വെള്ളത്തിൽ ലയിപ്പിച്ച് നേരിട്ട് വേരുകൾക്ക് ലഭ്യമാക്കുന്നതാണ് ഹൈഡ്രോപോണിക്സ്. അടുത്ത് തന്നിരുന്ന ഓപ്ഷൻ ഹരിതഗൃഹ കൃഷിയാണ്. ചെടികൾക്ക് വളരാൻ അനുയോജ്യമായ ഒരു കൃത്രിമ അന്തരീക്ഷം ഒരുക്കി കൃഷി ചെയ്യുന്ന രീതിയാണിത്. സുതാര്യമായ പ്ലാസ്റ്റിക് ഷീറ്റുകളോ ഗ്ലാസോ ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു കൂടാരത്തിനുള്ളിലാണ് ഈ കൃഷി ചെയ്യുന്നത്. തുറസായ സ്ഥലത്തെ കൃഷിയെ അപേക്ഷിച്ച് ഹരിതഗൃഹത്തിനുള്ളിൽ വിളവ് പല മടങ്ങ് കൂടുതലായിരിക്കും. വിളവ് നല്ല കൂടുതലായിരിക്കും. കൃത്യാദി കൃഷിയാണ്. ഈ കൃത്യാദി കൃഷിയിൽ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് ഈ കൃഷി ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് GPS ഉപയോഗിക്കുന്നുണ്ട്. കൃഷിയിടത്തിന്റെ കൃത്യമായ അളവുകൾ മനസ്സിലാക്കാനും ഓരോ ഭാഗത്തും മണ്ണിന്റെ ഗുണനിലവാരം തരംതിരിക്കാനും ഈ GPS ഉപയോഗിക്കുന്നുണ്ട്. സെൻസറുകൾ ഉപയോഗിക്കുന്നുണ്ട്. മണ്ണിലെ ഈർപ്പം, പോഷകങ്ങളുടെ അളവ്, താപനില എന്നിവ തത്സമയം അറിയാൻ മണ്ണിൽ സെൻസറുകൾ സ്ഥാപിക്കുന്നുണ്ട്. ഡ്രോണുകൾ ഉപയോഗിക്കുന്നുണ്ട്. കൃഷിയിടം മുകളിൽ നിന്ന് നിരീക്ഷിക്കാനും രോഗബാധയുള്ള ചെടികളെ കണ്ടെത്താനും കൃത്യമായ അളവിൽ മരുന്ന് തളിക്കാനും ഡ്രോണുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഓപ്ഷനുകളിൽ ഹൈഡ്രോപോണിക്സ് ഉണ്ട്, ഹരിതഗൃഹ കൃഷിയുണ്ട്, കൃത്യാദി കൃഷിയുണ്ട്, ഫെർട്ടിഗേഷൻ ഉണ്ട്. കണികവും വളവും കണികാരൂപത്തിൽ ഡ്രിപ്പറുകളിലൂടെ നൽകുന്ന രീതി ഫെർട്ടിഗേഷൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നൽകിയിരുന്നത് 32ാമത്തെ ക്വസ്റ്റ്യൻ, മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം എന്നറിയപ്പെടുന്നത്. എ വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ, ബി തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ, സി തെക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ, ഡി വടക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ. ആൻസർ വരുന്നത് എ ആണ്, വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകളാണ് ആൻസർ. വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകളാണ് മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം എന്നറിയപ്പെടുന്നത്. നമുക്ക് ഓപ്ഷനുകൾ നോക്കാം. വടക്കു കിഴക്കൻ മൺസൂണിനെ തുലാവർഷം എന്നും പറയുന്നുണ്ട്. കേരളത്തിന്റെ കാർഷിക മേഖലയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് തുലാവർഷം. ഈ വടക്കുകിഴക്കൻ മൺസൂണിന്റെ കാലയളവ് എന്ന് പറയുന്ന ഒക്ടോബർ പകുതിയോടെ ആരംഭിച്ച് ഡിസംബർ വരെ നീണ്ടു നിൽക്കുന്നതാണ്. വടക്ക് കിഴക്കൻ മൺസൂൺ ഒക്ടോബർ പകുതിയോട് ആരംഭിച്ച് ഡിസംബർ വരെ നീണ്ടു നിൽക്കുന്നുണ്ട്. അടുത്ത ഓപ്ഷൻ നൽകിയിരുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അഥവാ കാലവർഷം ഇന്ത്യയുടെയും പ്രത്യേകിച്ച് കേരളത്തിന്റെയും ജീവനാഡിയാണ്. ഇതിനെ ഇടവപ്പാതി എന്നും വിളിക്കാറുണ്ട്. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെ ഇടവപ്പാതി എന്നും വിളിക്കാറുണ്ട്. വടക്കു കിഴക്കൻ മൺസൂണിനെ എന്താണ്? തുലാവർഷം എന്നും വിളിക്കാറുണ്ട്.
ജൂൺ മാസത്തിന്റെ തുടക്കത്തിൽ കേരളത്തിലാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ആദ്യമായി എത്തുന്നത്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ജൂൺ മാസത്തിന്റെ തുടക്കത്തിൽ കേരളത്തിലാണ് ആദ്യമായി എത്തുന്നത്. അടുത്ത രണ്ട് ഓപ്ഷനുകളായിട്ട് നൽകിയിരുന്നത് തെക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ, വടക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ. ഈ തെക്ക് കിഴക്കൻ മൺസൂൺ എന്നൊരു പ്രത്യേക മൺസൂൺ കാലം ഇന്ത്യയിലോ കേരളത്തിലോ നിലവിലില്ല. വടക്കു പടിഞ്ഞാറൻ മൺസൂണും നമ്മുടെ ഇന്ത്യയിലോ കേരളത്തിലോ നിലവിലില്ലാത്തതാണ്. ഇന്ത്യയിൽ പ്രധാനമായും രണ്ട് മൺസൂണുകളാണ് ഉള്ളത്, തെക്കു പടിഞ്ഞാറൻ മൺസൂണും വടക്കു കിഴക്കൻ മൺസൂണും. വടക്കു കിഴക്കൻ മൺസൂണാണ് തുലാവർഷം, തെക്കു പടിഞ്ഞാറൻ മൺസൂണാണ് കാലവർഷം. അടുത്ത ക്വസ്റ്റ്യൻ, 33ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയല്ലാത്തതേത്? ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, നിള എന്ന പേരിൽ അറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. ബി, കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി ഭാരതപ്പുഴ. സി, ഭാരതപ്പുഴ ആനമലയിൽ നിന്നും ഉത്ഭവിക്കുന്നു. ഡി, മാമാങ്കം നടക്കുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ്. ആൻസർ വരുന്നത് ബി ആണ്. കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി ഭാരതപ്പുഴ. അതായത് ശരിയല്ലാത്തത് എന്താണ്? കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി ഭാരതപ്പുഴയല്ല. നമുക്കിനി അതിനെക്കുറിച്ച് പഠിക്കാം. കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി ഭാരതപ്പുഴയല്ല, മറിച്ച് പെരിയാറാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെരിയാർ. 244 കിലോമീറ്റർ ആണ് നീളം. ഉത്ഭവം ശിവഗിരി മലകളിൽ നിന്നാണ്. കേരളത്തിന്റെ ജീവനദിയായി അറിയപ്പെടുന്നതും പെരിയാറാണ്. ഇടുക്കി അണക്കെട്ട് ഈ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബാക്കിയെല്ലാം തന്നെ ഭാരതപ്പുഴയുമായി ബന്ധപ്പെട്ടതായിരുന്നു. നിള എന്നറിയപ്പെടുന്ന ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴ ആനമലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. മാമാങ്കം നടക്കുന്നതും ഭാരതപ്പുഴയുടെ തീരത്താണ്. 34ാമത്തെ ക്വസ്റ്റ്യൻ. 2023 വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പിക്ക് നേടിക്കൊടുത്ത കൃതി. ഓപ്ഷൻ എ, മാന്തളിരിലെ കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. ബി, ജീവിതം ഒരു പെൻഡുലം. സി, പ്രാണവായു. ഡി, മീശ. ആൻസർ വരുന്നത് ബി ആണ്, ജീവിതം ഒരു പെൻഡുലം. 2023 വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പിക്ക് നേടിക്കൊടുത്ത കൃതി ഏതാണ്? ജീവിതം ഒരു പെൻഡുലം. അപ്പൊ നമുക്ക് ബാക്കി കൃതികളും അത് എഴുതിയത് ആരാന്ന് നോക്കാം. മാന്തളിരിലെ കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന നോവൽ ബെന്യാമിന്റേതാണ് മാന്തളിരിലെ കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. പ്രാണവായു എന്ന കൃതി വൈശാഖന്റെയാണ്. പ്രാണവായു വൈശാഖൻ. മീശ എന്ന കൃതി എസ് ഹരീഷിന്റെയാണ് മീശ എന്ന കൃതി. മാന്തളിരിലെ കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ ബെന്യാമിന്റെയാണ്. പ്രാണവായു വൈശാഖൻ, മീശ എസ് ഹരീഷ്. 35ാമത്തെ ക്വസ്റ്റ്യൻ. ഐക്യരാഷ്ട്ര സംഘടന 2023 ഏത് വർഷമായി ആചരിക്കുന്നു? ഐക്യരാഷ്ട്ര സംഘടന 2023 ഏത് വർഷമായി ആചരിക്കുന്നു? ഓപ്ഷൻ എ, ചെറുധാന്യ വർഷം. ബി, പയറ് വർഷം. സി, മണ്ണ് വർഷം. ഡി, ഒട്ടക വർഷം. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 2023 ചെറുധാന്യ വർഷമായിട്ടാണ് ഐക്യരാഷ്ട്ര സംഘടന ആചരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ ബി ആയിട്ട് തന്നിരുന്ന പയറ് വർഷം ഓപ്ഷൻ ബി പയറ് വർഷമാണ്. 2016 അന്താരാഷ്ട്ര പയറുവർഗ വർഷമായി ആചരിക്കുന്നത്. ഐക്യരാഷ്ട്ര സംഘടന പയറ് വർഷം ആചരിക്കുന്നത് 2016 അടുത്ത ഓപ്ഷൻ മണ്ണ് വർഷം. ഐക്യരാഷ്ട്ര സംഘടന മണ്ണ് വർഷം ആചരിക്കുന്നത് 2015 2015 അന്താരാഷ്ട്ര മണ്ണ് വർഷമായി ഐക്യരാഷ്ട്ര സംഘടന ആചരിക്കുന്നത്. പയറ് വർഷം 2016, മണ്ണ് വർഷം 2015. ഒട്ടക വർഷം എന്നാണ്? 2024 അന്താരാഷ്ട്ര ഒട്ടക വർഷമായി ഐക്യരാഷ്ട്ര സംഘടന ആചരിക്കുന്നത്. 2024 ചെറുധാന്യ വർഷം 2023, പയറു വർഷം 2016, മണ്ണ് വർഷം 2000. തുടർന്നുള്ള വീഡിയോസ് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഡെയിലി ഓരോ ചോദ്യങ്ങളും ടിപ്പുകളും ചാനലിലുണ്ട്. അതുകൂടി മനസ്സിലാക്കി നമുക്ക് മുമ്പോട്ട് പോകാം.